എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി എന്താണെന്നല്ലേ, ഒരു ദോശയാണ്. ദോശ എന്ന് പറയുമ്പോൾ വെറും ദോശയല്ല, നല്ല അടിപൊളി തട്ടിൽ കുട്ടി ദോശ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോൾട്ട് ആൻഡ് പെപ്പർ ഫിലിമിലൂടെ നല്ല ഹിറ്റായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എന്നും ഒരേ ടൈപ്പ് ദോശ തന്നെ ഉണ്ടാക്കി മടുത്തവർ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓക്കെ ആണെങ്കിൽ ഫുഡ് ഓക്കെയാണ്, ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്, കുട്ടി കുട്ടി ദോശയാണ്, കാണാനും നല്ല സ്റ്റൈലാണ്, കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ഷെയർ ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, നമ്മുടെ സാദാ പച്ചരി. സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്, റേഷനരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നന്നായി വാഷ് ചെയ്തിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് സോക്ക് ചെയ്യുന്നത്, രാത്രിയിൽ അരച്ചെടുക്കാൻ വേണ്ടി. രാത്രിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ചുട്ടെടുക്കാം. സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട്, അത് നന്നായി വാഷ് ചെയ്തിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഉഴുന്നിൻ്റെ അളവ് കൂടാൻ പാടില്ല, കാരണം നമുക്ക് ഉഴുന്ന് ദോശ, ഇഡ്ഡലി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക, ഉഴുന്നിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ഉഴുന്നധികം ചേർക്കേണ്ട, 1/4 ഗ്ലാസ് തന്നെ ധാരാളം. അതും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി വാഷ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നന്നായി സോഫ്റ്റായിട്ട് വരും ചോറ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ, ഒരു തരി ഉണ്ടാകാൻ പാടില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കാൻ ഈസിയാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. 8 hours എന്തായാലും വേണം. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് അരച്ച് വെച്ചത്, ഇപ്പോൾ രാവിലത്തേക്ക് നന്നായി പൊങ്ങി വരും. നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം, അടച്ച് വെക്കണം. രാവിലെ ആയിട്ടുണ്ട്, രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് ബാറ്റർ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അധികം ഉഴുന്നൊന്നും ചേർക്കാണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നത് കണ്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളതൊന്ന് ഇട്ട് നോക്കി ടേസ്റ്റും കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അധികം ആവാൻ പാടില്ല, കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളത്, അപ്പം നമുക്ക് ഇത്രയും തിക്കായിട്ട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുണ്ടാവണം ബാറ്റർ, അധികം ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കുഞ്ഞു കുഞ്ഞു ദോശ മതി, അധികം പരത്തി എടുക്കണ്ട. ജസ്റ്റ് മാവ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കുട്ടി കുട്ടി ദോശയാണ്, അതുകൊണ്ട് അധികം പരത്തി കൊടുക്കണ്ട. ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് കുറേ ദോശ നമുക്ക് ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ചെറുതായുള്ളതെങ്കിൽ സിംഗിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് എണ്ണ തൂവി കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും ഒരേപോലെ ഉണ്ടാവണം കേട്ടോ. സാധാരണ നമ്മുടെ ദോശ അടിയിലും മുരിഞ്ഞിട്ടുണ്ടാവും, മുകളിലെ സൈഡിൽ വൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് മുകളിൽ എണ്ണ തൂവി തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലും ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും, കാണാൻ നല്ല സ്റ്റൈലായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റും കൂടെ ചുട്ടെടുത്തു.
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ്. ചെറിയ സൈസ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഒരു വെറൈറ്റി, നമ്മുടെ സാധാ ഉഴുന്ന് ദോശേൻ്റെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഗാർലിക് ചട്നിയാണ് എടുത്തിട്ടുള്ളത്. ഗാർലിക് ചട്നിയുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇട്ട് തരാം. ഇതിൻ്റെ കൂടെ നോർമൽ തേങ്ങാ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു റെസിപ്പിയായി ഉടനെ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.